തിർമിദി തങ്ങളുടെ സുനനിലും ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വഹീഹിലും വന്ന ഹദീസ്, ഹാക്കിം എന്നവർ മുസ്തദ്റക്കിൽ കൊണ്ടുവന്ന ഹദീസ്, റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, മഹാനായ ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, വെള്ളിയാഴ്ചയാണ് അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചത്. വഫീഹി ഖുബിള, വെള്ളിയാഴ്ചയാണ് ആദം നബി അലൈഹിസ്സലാം ലോകത്തോട് വിട പറഞ്ഞത്. വഫീഹി നഫ്ഖ, ഈ ലോകം അവസാനിക്കുന്ന അവസാനത്തിന് വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്ന ഊത്ത്, ഈ പ്രപഞ്ചം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയാണ്. വഫീഹി സ്വഅഖ, ആ വെള്ളിയാഴ്ച തന്നെയാണ് അല്ലാഹു ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടുത്തുന്ന സ്വഅഖത്തുണ്ടാക്കുന്നത്. വഫീഹി തഖൂമുസ്സാഅ, അന്നാണ് ഖിയാമത്ത് നാൾ നടക്കുന്നത്. ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീഹി, അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമായാൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന ഓരോരോ സ്വലാത്തും അല്ലാഹു എനിക്ക് കൊണ്ടുതരുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാപ്പങ്കോയ നഗരിൽ നിന്ന്, മഹാനായ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലുള്ള ഈ നഗരിയിൽ നിന്ന് ഇവിടെ ചൊല്ലുന്ന ഓരോ സ്വലാത്തും അതാരാണ് ചൊല്ലുന്നതെന്ന് മുത്തുനബി തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തികളെ മനസ്സിലാകുന്ന വിധം അള്ളാഹുവിന്റെ മലക്കുകൾ ഹബീബിന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ് വകൈഫ തുഅറദു അലയ്യ വകൈഫ തുഅറദു അലൈക സ്വലാത്തുനാ വഖദ് അരിംത്, നബിയേ അങ്ങ് മരണപ്പെടുകയും അങ്ങയെ ഞങ്ങൾ മറവ് ചെയ്യുകയും ചെയ്താൽ അങ്ങയുടെ ശരീരം മണ്ണായി പോവുകയില്ലയോ നബിയേ? അങ്ങേക്ക് എങ്ങനെയാണ് മരണശേഷം ഞങ്ങളുടെ സ്വലാത്തുകൾ എത്തുന്നത് എന്ന് മഹാന്മാരായ സ്വഹാബിമാർ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടിയാണ്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ശരീരം ഭൂമിയോട് തിന്നരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരും എവിടെയാണോ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്, എത്ര കാലം മുമ്പ് മറവ് ചെയ്യപ്പെട്ടവരാണെങ്കിലും അവരുടെ ശരീരം മണ്ണ് തൊടുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസ്. നമ്മുടെ മുസ്ലിമീങ്ങളെന്ന് പറയപ്പെടുന്നവരിൽ മുത്തുനബി തങ്ങളുടെ ശരീരം മുരുമ്പി തീർന്നെന്നും സ്വലാത്ത് ചൊല്ലിയാൽ മാത്രമേ ഗുണമുള്ളൂ എന്നും ഉമ്മത്തിന്റെ ഒരമലും നബി തങ്ങൾ അറിയുന്നില്ലെന്ന് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം താഴ്ത്തിക്കെട്ടുന്ന ആളുകളൊന്നറിയണം. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അറിയാം പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തൊടുന്നില്ലെന്ന്. മഹാനായ തഖിയുൽ ഹകീമീൻ നൂറുദ്ദീൻ സംഗി മഹ്മൂദ് റഹ്മത്തുള്ളാഹി അലൈഹി, ചില പണ്ഡിതന്മാരൊക്കെ 11ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് എന്നവരെ പറഞ്ഞ, കാരണം മുജദ്ദിദുമാർ ഓരോരോ വിഷയങ്ങളിൽ മുജദ്ദിദുമാരുണ്ടെന്ന അഭിപ്രായക്കാരുണ്ട്. മുജദ്ദിദുൻ ഫിൽ ഫിഖ്ഹി, മുജദ്ദിദുൻ ഫിൽ താരീഖ്, മുജദ്ദിദുൻ ഫിൽ തഫ്സീർ, മുജദ്ദിദുൻ ഫിൽ ഉസൂൽ, മുജദ്ദിദുൻ ഫിൽ തഖ്വ, എന്ന് ഓരോരോ തലങ്ങളിൽ മുജദ്ദിദുമാരുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഈ ഉമ്മത്തിന് അതിശക്തമായ ഈമാനിക നേതൃത്വം കൊടുത്ത സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ മുൻഗാമിയാണ് മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സംഗി. ലോക പ്രശസ്തമായ സംഭവമല്ലേ, താരീഖിന്റെ അലിമീങ്ങളൊക്കെ രേഖപ്പെടുത്തിയില്ലേ? ഷാമിൽ അന്ത്യവിഷമം കൊള്ളുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കാണുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മറ്റൊന്നുമല്ല, മദീന പള്ളിയുടെ അരികത്ത് 2 ക്രിസ്ത്യാനികൾ ഒരു വീട് വാങ്ങി. ആ വീട് ഹബീബിന്റെ റൗളയുടെ അരികത്താണ്. ആ വീടിന്റെ ഉള്ളിൽ നിന്ന് കുഴി കുഴിക്കുകയും മണ്ണ് വാരി ബഖീയിൽ കൊണ്ടുപോയി എറിയുകയും ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ അൽ ജുസ്മാൻ, ഹബീബായ തങ്ങളുടെ മുബാറക്കായ പരിശുദ്ധമായ ശരീരം അവിടെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനും തക്കം കിട്ടുകയാണെങ്കിൽ അത് അവിടെ നിന്ന് പൊക്കിയെടുക്കാനും ശ്രമം നടത്തുന്ന 2 ക്രിസ്ത്യാനികൾ മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സംഗി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നം കാണിക്കുകയാണ്. യാ മഹ്മൂദ് ഖല്ലിസ്നി മിൻ ഹാദൈൻ,
മഹ്മൂദേ, ഈ 2 ആളുകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി തരയണമേ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്താണ് അവരുടെ സ്വഭാവം, എങ്ങനെയാണ് അവർ കണ്ടാൽ, അവരുടെ രൂപം എന്താണ്, അവരുടെ കോലം എന്താണ്? 2 ആളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മഹ്മൂദേ, ഈ 2 പേരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തേണമേ. പേടിച്ച് ഞെട്ടി ഉണർന്നു, ഉറക്കത്തിലേക്ക് മയങ്ങി. വീണ്ടും അത് അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നം കാണിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ മഹ്മൂദ് അൻഖിദ്നി മിൻ ഹാദൈൻ. ഷാമിലാണ് നൂറുദ്ദീൻ മഹ്മൂദ് സംഗി കിടക്കുന്നത്. നമ്മൾ അറിയണം, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി ഒരുപാട് പടയുദ്ധം നയിക്കുകയും മോചനം സാധ്യമാവാതെ മഹാൻ ലോകത്തോട് വിട പറയുമ്പോ മസ്ജിദുൽ മഹാനായ മുഹമ്മദ് നൂറുദ്ദീൻ സംഗി അൽ മസ്ജിദുൽ അഖ്സായിലെ ആദ്യത്തെ ജുമുഅക്ക് എന്റെ മിമ്പർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഒരു മിമ്പർ ഷാമിൽ തയ്യാർ ചെയ്തു കൊടുത്ത്, ആ സംഭവം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമായിരുന്നു മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കരങ്ങളാൽ മസ്ജിദുൽ അഖ്സാക്ക് മോചനമുണ്ടാകുന്നത്. ആ നൂറുദ്ദീൻ മഹ്മൂദ് സംഗിയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ മഹ്മൂദ് അൻഖിദ്നി മിൻ ഹാദൈനി റജുലൈൻ. ഈ 2 ആളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തേണമേ. 3 തവണ സ്വപ്നം കണ്ടപ്പോ ഞെട്ടി ഉണരുകയാണ്. ഷാമിലെ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു, ലഭ്യമായവരെല്ലാം വന്നു. അവരോട് ചോദിച്ചു, മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണാവോ സ്വപ്നത്തിന്റെ പൊരുൾ? അവര് പറഞ്ഞു, ലഖ്തറഅ ത്വാരിഉൻ ഫിൽ മദീനത്തിൽ മുനവ്വറ സ്വല്ലല്ലാഹു വസല്ലമ വബാറക അലാ മുനവ്വിരിഹാ. മദീനയുടെ പ്രഭയായ വെളിച്ചമായ അഷ്റഫുൽ ഖൽഖ് നബിതങ്ങൾക്ക് എന്തോ മദീനയിൽ സംഭവിച്ചിട്ടുണ്ട്. ഉടനെ പുറപ്പെടണം. സുബഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ്, പ്രഭാതമാകുന്നതിന്റെ മുമ്പ് ഷാമിൽ നിന്ന് വലിയൊരു സൈന്യവുമായി മദീനയിലേക്ക് പുറപ്പെട്ട മുത്തഖിയായ ഭരണാധികാരിയായിരുന്നു നൂറുദ്ദീൻ മഹ്മൂദ് സംഗി തങ്ങള്. മദീനയിൽ വന്നു. മദീനയിലെ ഗവർണറെ ഏൽപ്പിച്ചു, മദീനക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണണം, ഖലീഫയെ കാണാൻ, ഭരണാധികാരിയെ കാണാൻ, അവരോടൊക്കൊന്ന് വരാൻ പറയണം. മദീനക്കാര് മുഴുവൻ വന്നു. അള്ളാഹുവിന്റെ ഹബീബ് ഏത് 2 മനുഷ്യന്റെ രൂപമാണോ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത്, ആ 2 പേരെ മാത്രം കാണുന്നില്ല. അവര് ചോദിച്ചു, മദീനക്കാര് മുഴുവൻ വന്നോ? അവര് പറഞ്ഞു, വന്നു. ആരെങ്കിലും ബാക്കിയുണ്ടോ? പറഞ്ഞു, 2 പേർ മിസ്കീനാനി, 2 മിസ്കീന്മാരായ ആളുകളുണ്ട്, അവര് മാത്രം വന്നിട്ടില്ല. ആരാണ് ആ മിസ്കീന്മാരെന്ന് എനിക്കൊന്ന് കാണണം. ഈ 2 ക്രിസ്ത്യാനികൾ മുസ്ലിം വേഷം ധരിച്ച് പരിശുദ്ധമായ ഹബീബിന്റെ റൗളക്കരികിൽ കുഴി കുഴിച്ച് ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിനരികത്തേക്ക് എത്താറായിട്ടുണ്ട് കുഴി. അപ്പോഴാ സ്വപ്നം കാണിക്കുന്നത് നബി തങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം വരുന്നു, യാ മഹ്മൂദ് അൻഖിദ്നി മിൻ ഹാദൈനി റജുലൈൻ. ആ 2 പേരെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കഅന്നഹുമാ ഹുമാ, തങ്ങൾ ആരെയാണോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അതേ രൂപത്തിലുള്ള 2 ആളുകൾ. അവരെ വിളിച്ച് ചോദ്യം ചെയ്തു. അവരെ സമ്മതിച്ചു, ഞങ്ങൾ പരിശുദ്ധമായ റൗളക്കരികിൽ കുഴി കുഴിച്ച് ഹബീബിന്റെ ശരീരം നോക്കാനും അത് കൊണ്ടുപോകാനും ഏൽപ്പിക്കപ്പെട്ടവരാണ്. എന്തേ ഇതെന്നറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടും 300-400 കൊല്ലം കഴിഞ്ഞ് ജീവിക്കുന്ന അന്നത്തെ ക്രിസ്തുമത വിശ്വാസികൾക്ക് പോലും അറിയാം, പ്രവാചകന്മാർ അവരുടെ ശരീരം മണ്ണ് തൊടുകയില്ലെന്ന്. പിന്നെയുണ്ടോ? നമ്മൾ എന്തിനു സംശയിക്കണം? നമുക്ക് പ്രമാണങ്ങളില്ലേ ഇത് പറയാൻ? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. ആ 2 മനുഷ്യന്മാരുടെയും തല അറുക്കാൻ വേണ്ടി ഓർഡർ ചെയ്യുകയും 2 പേരെയും അവിടെ വധിക്കുകയാണ് ഉണ്ടായത്. നൂറുദ്ദീൻ മഹ്മൂദ് സംഗി അങ്ങനെ മദീനയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ സയ്യിദാണ്. ആ അമ്പിയാക്കന്മാർ മുഴുവനും അവരവരുടെ ഖബറുകളിൽ വെറുതെ കിടക്കുകയല്ലെന്നും അവർ നിസ്കരിക്കുകയാണെന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അമ്പിയാക്കന്മാർ നിസ്കരിക്കുകയാണ്. സ്വാലിഹീങ്ങൾക്ക് അവിടെ നിസ്കരിക്കാനുള്ള തൗഫീഖുണ്ട്. ആ നിസ്കാരം ഭൂമിയിലെ നമ്മുടെ നിസ്കാരം പോലെ കൂലി കിട്ടുന്ന നിസ്കാരമല്ലാതെ
അത് ശരീഅത്തിന്റെ ഭാഗമായ നിസ്കാരമല്ല. പിന്നെയോ തലദ്ദുദുൻ ബിനഈം, സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ ഇബാദത്തിൽ നിൽക്കുമ്പോൾ ഒരു ആനന്ദമുണ്ട്. സ്വർഗവാസിക്ക് ആനന്ദമുണ്ടെങ്കിൽ ആ ആനന്ദത്തിന്റെ ഭാഗമായ ഒരു നിസ്കാരമുണ്ട്. ഇബാദത്ത് ദുനിയാവിൽ തീർന്നുപോയി മരണത്തോടുകൂടെ. അവിടെ നടക്കുന്നത് കൂലി കിട്ടാനുള്ള നിസ്കാരമല്ല, സജ്ജനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഇബാദത്ത്, ആനന്ദമായ നിസ്കാരം. അത് ഖബറിൽ നടക്കുന്നുവെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മൾ എന്താണ് ആലമുൽ ബർസഖിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഖബറിന്റെ ലോകമെന്നത് വെറുമൊരു മണ്ണല്ല, അതൊന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകത്തിന്റെ കഷ്ണമാണെന്ന് എത്ര തവണയാണ് ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഹദീസ്, അൽ-അംബിയാഉ അഹ്യാഉൻ ഫീ ഖുബൂരിഹിം യുസല്ലൂൻ, പ്രവാചകന്മാര് മുഴുവനും അവരുടെ ഖബറുകളിൽ നിസ്കരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം